പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോട് കൂടിയാണ് ആരംഭിക്കുന്നത്. 2024 വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന 4 മാസത്തിലെ പെൻഷൻ തുകയായ 6400 രൂപയുടെ വിതരണം സമയബന്ധിതമായി സർക്കാർ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ ആദ്യ ഗഡു പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിലെ ഒരു ഗഡു കൂടി അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതോടൊപ്പം തന്നെ വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് ജനുവരി 30 വരെ അവസരമുണ്ട്. വിവിധ സ്കീമുകളിലായി 8 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുക, ഈ അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടത്താവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ആ ഒരു അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ്. കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക അനുവദിച്ചത് സർക്കാരിന് കൂടുതൽ ആശ്വാസകരമായി തീർന്നിരിക്കുകയാണ്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. മറ്റൊരറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷനു വേണ്ടിയുള്ള ജീവൻ രേഖ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് 6,95,408 പേർ. ആകെയുള്ളത് 63,81,233 പേരിൽ ഇതുവരെ 56 ലക്ഷത്തിലധികം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. എന്നാൽ ക്ഷേമ ബോർഡ് ഗുണഭോക്താക്കളിൽ 20% പേർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ ഏപ്രിൽ 1 മുതലാണ് മസ്റ്ററിംഗ് ആരംഭിച്ചത്. കിടപ്പിലായ രോഗികളുടെ മസ്റ്ററിംഗ് അക്ഷയ പ്രവർത്തകർ വീടുകളിലെത്തിയാണ് നടത്തുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ കൈപ്പറ്റുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതാണ്. ക്ഷേമനിധി ബോർഡിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ എന്നിവരാണ് കൂടുതലായി മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.